മക്കളെ, മടങ്ങി വരാം മറ്റൊരു പുതിയ വീഡിയോയിലേക്ക്. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് +1 സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനെ സംബന്ധിച്ചാണ്. എന്താണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ്? അഥവാ നമുക്ക് ലഭ്യമായിട്ടുള്ള 3 അലോട്ട്മെൻറ്റുകളിൽ വന്നതിന് ശേഷവും നമുക്ക് ഒരൊറ്റ സ്കൂളുകളിലേക്കും അലോട്ട്മെൻറ്റ് ലഭ്യമായിട്ടില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വഴി നമുക്ക് വീണ്ടും ഒരു ഓപ്ഷൻസ് നൽകുകയാണ്. അപ്പം മുഖ്യ അലോട്ട്മെൻറ്റിന് നമ്മൾ അപേക്ഷ സമർപ്പിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടിയില്ല, നമുക്ക് ഏതൊരു സ്കൂളിലേക്കും നമുക്ക് സീറ്റ് ലഭ്യമായിട്ടില്ല എങ്കിൽ അത്തരത്തിലുള്ള സ്റ്റുഡൻസിന് നാളെ 2025 ജൂൺ 28 രാവിലെ 10 മണി മുതൽ നമുക്ക് എന്ത് ചെയ്യാം, സപ്ലിമെൻ്ററി അപേക്ഷ വഴി നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടി വാക്കൻസി വരുന്ന ഒഴിവ് വരുന്ന സ്കൂളുകളിലേക്ക്, ഒഴിവ് വരുന്ന സബ്ജക്റ്റിലേക്ക് നമുക്ക് ഈ പറയപ്പെട്ട മാസം ജൂൺ മാസം 30 വരെ നമുക്ക് അലോട്ട്മെൻറ്റിന് അപേക്ഷ നൽകാൻ സാധിക്കുന്നതാണ്. ഓക്കെ ആണല്ലോ. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഏതെങ്കിലും ഒരു കോട്ടയിൽ അഥവാ ജനറൽ മെറിറ്റ് കോട്ടയിലോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി കോട്ടയിലോ സ്പോർട്സ് കോട്ടയിലോ നമുക്ക് ഒരു തവണ അലോട്ട്മെൻറ്റ് ലഭിച്ചു, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മളവിടെ പോയില്ല അല്ലെങ്കിൽ TC വാങ്ങി, അത്തരത്തിലുള്ള സ്റ്റുഡൻസിന് ഈ പറയപ്പെട്ട സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് നമുക്ക് ഒരിക്കലും അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതല്ല. അപേക്ഷകളിലെ പിഴവുകൾ അപേക്ഷ പുതുക്കുന്ന അവസരത്തിൽ തിരുത്തൽ വരുത്താൻ പ്രത്യേകം എന്ത് ചെയ്യണം, നമ്മൾ ശ്രദ്ധിക്കണം, പുതുതായിട്ട് കൊടുക്കുന്ന വിദ്യാർത്ഥികൾ. ഓക്കെ ആണല്ലോ. പിന്നെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായി നമ്മൾ വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് ജൂൺ 28 രാവിലെ 10 മണിക്കാണ് ആരംഭിക്കുന്നത്. അതുപോലെ തന്നെ ജൂൺ 30 വൈകുന്നേരം 5 മണിക്ക് എന്ത് ചെയ്യും, വെബ്സൈറ്റ് ക്ലോസ് ചെയ്യും. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, അതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ അപേക്ഷ സമർപ്പിക്കാൻ എന്ത് ചെയ്യണം, സന്നദ്ധരാവണം. മാത്രമല്ല, ഏതൊക്കെ സ്കൂളിലാണ് ഏതൊക്കെ സബ്ജക്റ്റിനാണ് ഈ വാക്കൻ്റ് ഉള്ളത്, ഒഴിവുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ പറയപ്പെട്ട HSCAPൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നമുക്ക് വാക്കൻ്റ് ലിസ്റ്റ് പുറപ്പെടുവിക്കുന്നതാണ്. നാളെ രാവിലെ 10 മണിക്ക് വാക്കൻ്റ് ലിസ്റ്റ് വരും. അപ്പം ഓരോ സ്കൂളുകളിലും ഏതൊക്കെ സബ്ജക്റ്റിനാണ് വാക്കൻ്റ് ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാകും, ഒഴിവുള്ളതെന്ന് മനസ്സിലാകും. ആ സമയത്ത് നമുക്ക് ആ ഒഴിവ് ഏതൊക്കെ സബ്ജക്റ്റിനാണ്, എത്ര സീറ്റാണുള്ളത് എന്നൊക്കെ കൃത്യമായി കൊണ്ട് പറയപ്പെടും. അത് നമ്മൾ എന്ത് ചെയ്യണം, ഉപയോഗപ്പെടുത്തണം. അത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ അലോട്ട്മെൻറ്റിന് അപേക്ഷ സമർപ്പിക്കാവൂ. മാത്രമല്ല, നമ്മൾ ആദ്യത്തെ അപേക്ഷ സമർപ്പിച്ച ആളുകളാണെങ്കിൽ അവർക്ക് HSCAPൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ റിന്യൂ ആപ്ലിക്കേഷൻ എന്ന ലിങ്കിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ പുതിയ അപേക്ഷ സമർപ്പിക്കേണ്ടത്. മാത്രമല്ല, ഇതുവരെ അപേക്ഷ നൽകാൻ കഴിയാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ എന്ന ലിങ്ക് വഴി നമ്മൾ പുതുതായിട്ട് തന്നെ എന്ത് ചെയ്യണം, അപേക്ഷ സമർപ്പിക്കണം. അപ്ലൈ ഓൺലൈൻ എന്ന ലിങ്കിലൂടെ കയറിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വാക്കൻസി എവിടെയൊക്കെയാണുള്ളത് എന്ന് കണ്ടെത്തിയിട്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യണം, അപേക്ഷ സമർപ്പിക്കണം. തെറ്റായ വിവരങ്ങൾ അപേക്ഷയിൽ ഉൾപ്പെടുത്തിയതിനാൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടും പ്രവേശനം നിരാകരിക്കപ്പെട്ട വിദ്യാർത്ഥികളുണ്ടാകും. അവർക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് പരിഗണിക്കുന്നതിനായി കാൻഡിഡേറ്റ് ലോഗിനിലെ റിന്യൂ ആപ്ലിക്കേഷൻ എന്ന ലിങ്കിലൂടെ അപേക്ഷയിലെ പിഴവുകൾ തിരുത്തിയിട്ട് പ്രസിദ്ധപ്പെടുത്തുന്ന വാക്കൻസി പരിശോധിച്ച് നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുള്ള വാക്കൻസി ലിസ്റ്റ് ഞാൻ നേരത്തെ പറയപ്പെട്ടതുപോലെ ജൂൺ 28 രാവിലെ 9 മണിക്ക് പ്രസിദ്ധപ്പെടുത്തുന്നതാണ്. പിന്നെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്ന ഒഴിവുകൾ, അതുപോലെ തന്നെ ഓരോ സ്കൂളിലേക്കുള്ള കോമ്പിനേഷന്, അത് ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നമുക്ക് അപേക്ഷ കൊടുക്കാൻ. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അലോട്ട്മെൻറ്റിൻ്റെ അവസാനത്തെ ഡേറ്റ് ജൂൺ 30 വൈകിട്ട് 5 മണിക്കാണ്. ആ സമയത്ത് സൈറ്റ് ക്ലോസ് ചെയ്യും. പിന്നീട് ഒരാൾക്കും മറ്റൊരു അപേക്ഷ നൽകാനുള്ള സമയം അലൗഡ് ചെയ്യുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സമയത്തെ, ഈ ഒരു അവസരത്തെ മാക്സിമം ഉപയോഗപ്പെടുത്തുക. മാത്രമല്ല, നമ്മൾ കൃത്യമായിക്കൊണ്ട് അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതൊക്കെ സ്കൂളാണ് നമ്മുടെ പരിസര പ്രദേശത്തുള്ളത്, ആ സ്കൂളുകളിൽ ഏതൊക്കെ സബ്ജക്റ്റിനാണ് ഒഴിവുള്ളത്, മാത്രമല്ല ആ സ്കൂളിൽ ആ നിശ്ചിത സബ്ജക്റ്റുകൾക്ക് എത്ര സീറ്റാണ് ഒഴിവുള്ളത് എന്നൊക്കെ കൃത്യമായിക്കൊണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ അപേക്ഷ നൽകാൻ പാടുള്ളൂ. പ്രത്യേകിച്ച് നമ്മൾ ഈ സപ്ലിമെൻ്ററിന് അപേക്ഷ കൊടുക്കുമ്പോൾ വളരെ ദൂരത്തുള്ള സ്കൂളുകളിലൊക്കെ ആയിരിക്കും നമ്മൾ ഒഴിവ് കാണുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ അത്തരത്തിലുള്ള വാക്കൻസികൾക്ക് അപേക്ഷ നൽകി കഴിഞ്ഞാൽ ഒരു പക്ഷേ 2 വർഷത്തെ ട്രാവലിങ് നമുക്ക് പ്രയാസമായിട്ട് മാറും, യാത്ര പ്രയാസമായിട്ട് മാറും. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി നമ്മൾ മാത്രം ചെയ്യാൻ ശ്രമിക്കുക എന്ന് ഈ വീഡിയോയിൽ ഉണർത്തുന്നു. മറ്റൊരു പുതിയ വീഡിയോയിൽ കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയിൽ ഗുഡ് ബൈ.